അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 താരീഖുൽ ഇസ്ലാം ഹാഫിർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2023 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻസ്: ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം. ശരി ഉത്തരം ഹൂദ് അലൈഹിസ്സലാം. 2. ജയിലിൽ വെച്ച് റിസാലത്ത് ലഭിച്ച പ്രവാചകൻ. ഓപ്ഷൻസ്: യാക്കൂബ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. ശരി ഉത്തരം യൂസുഫ് അലൈഹിസ്സലാം. 3. ഫലസ്തീനിന്റെ പഴയ പേര്. ഓപ്ഷൻസ്: ഷാം, കൻആൻ, ഹെബ്റൂൻ. ശരി ഉത്തരം കൻആൻ. 4. വഫാത്താകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വയസ്സ്. ഓപ്ഷൻസ്: 137, 99, 175. ശരി ഉത്തരം 175. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി ഹിജ്റ പോയ സ്ഥലം. ഓപ്ഷൻസ്: ഷാം, ഹറാൻ, ഈജിപ്ത്. ശരി ഉത്തരം ഹറാൻ. 6. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലം. ഓപ്ഷൻസ്: ഹിജ്ർ, അഹ്കാഫ്, ബാബിലോൺ. ശരി ഉത്തരം ഹിജ്ർ. അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 7. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ്. 8. ഇസ്രായേൽ എന്ന പേരുള്ള പ്രവാചകൻ. 9. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അവിശ്വാസിയായ മകൻ. 10. അൽ അബുസാനി എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ. 11. ആദം അലൈഹിസ്സലാമിന്റെ മകൻ. ഇപ്പുറത്ത് നോക്കൂ. എ കൻആൻ, ബി നൂഹ് അലൈഹിസ്സലാം, സി ഷീസ് അലൈഹിസ്സലാം, ഡി യാക്കൂബ് അലൈഹിസ്സലാം, ഇ താറഖ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ്. ശരി ഉത്തരം ഇ താറഖ്. 8. ഇസ്രായേൽ എന്ന പേരുള്ള പ്രവാചകൻ. ശരി ഉത്തരം ഡി യാക്കൂബ് അലൈഹിസ്സലാം. 9. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അവിശ്വാസിയായ മകൻ. ശരി ഉത്തരം എ കൻആൻ. 10. അൽ അബുസാനി എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ. ശരി ഉത്തരം ബി നൂഹ് അലൈഹിസ്സലാം. 11. ആദം അലൈഹിസ്സലാമിന്റെ മകൻ. ശരി ഉത്തരം സി ഷീസ് അലൈഹിസ്സലാം, ഇ ഡി എ ബി സി. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഡാഷ് ഏടുകൾ നൽകി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 30. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല 30 ഏടുകൾ നൽകി. 13. ഹിജാസിന്റെയും ഡേഷിന്റെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഹിജ്ർ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഷാം. ഹിജാസിന്റെയും ഷാമിന്റെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഹിജ്ർ. 14. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പിതൃവ്യൻ ഡേഷിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആസർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പിതൃവ്യൻ ആസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. 15. റബ്ബന തഖബ്ബൽ മിന്ന ഡാഷ് അൽ അലീം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇന്നക അൻത സമീഉ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. 16. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച് ഡാഷ് വർഷത്തിനു ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 14. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച് 14 വർഷത്തിനു ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിച്ചു. 17. മദീനത്തുൽ ഖലീൽ എന്നറിയപ്പെടുന്ന ഹെബ്റോൻ ഡാഷ് നിന്ന് 66 കിലോമീറ്റർ അകലെയാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബൈത്തുൽ മുഖദ്ദസിൽ. മദീനത്തുൽ ഖലീൽ എന്നറിയപ്പെടുന്ന ഹെബ്റോൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 66 കിലോമീറ്റർ അകലെയാണ്.
അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഇസ്മായിൽ അലൈഹിസ്സലാം അറബി പഠിച്ചത് ആരിൽ നിന്നാണ്? ഉത്തരം ജുർഹും ഗോത്രത്തിൽ നിന്ന്. 19. സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നത് ആര്? ഉത്തരം ഖുദാർ എന്ന ദുഷ്ടൻ. 20. ആദ് ഗോത്രത്തിന്റെ വാസസ്ഥലം? ഉത്തരം അഹ്ഖാഫ്. 21. വഫാത്താകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വയസ്സ്? ഉത്തരം 1050 വയസ്സ്. 22. ആദം അലൈഹിസ്സലാമിന്റെ ജനാസ സംസ്കരണം നിർവഹിച്ചത് ആര്? ഉത്തരം മലക്കുകൾ. 23. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വയസ്സ്? ഉത്തരം 99 വയസ്സ്. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം സ്വാലിഹ് അലൈഹിസ്സലാമിനെ വധിക്കാനായി ഒരു മലമ്പാതയിൽ പതിയിരുന്ന ആ സംഘത്തിന്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. 25. സദും നിവാസികളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം അവർ അവിശ്വാസികളും ഫാസിക്കുകളുമായിരുന്നു. കവർച്ചയും അക്രമങ്ങളും സ്വവർഗരതിയും പതിവാക്കിയ നീചന്മാരുമായിരുന്നു. 26. ധിക്കാരിയായ ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞതെന്ത്? ഉത്തരം നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. 27. നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച കപ്പലിന്റെ രൂപം വിവരിക്കുക. ഉത്തരം കപ്പലിന് 600 മുഴം വീതിയും 1200 മുഴം നീളവും 30 മുഴം പൊക്കവും 3 നിലകളും ഉണ്ടായിരുന്നു. 28. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ 2 സഹതടവുകാർ കണ്ട് സ്വപ്നം എന്തായിരുന്നു? ഉത്തരം ഒരാൾ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നു, രണ്ടാമൻ തലയിൽ റൊട്ടി ചുമക്കുന്നു, അതിൽ നിന്ന് പക്ഷികൾ തിന്നുകയും ചെയ്യുന്നു. 29. മരണാസന്നനായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട് ചെയ്ത വസിയത്ത് എന്തായിരുന്നു? ഉത്തരം അല്ലാഹു തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നും അദ്ദേഹം മക്കളോട് വസിയത്ത് ചെയ്തു. ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി. സന്ദർഭം വിവരിക്കുക. ഉത്തരം അസത്യത്തിൽ ഉറച്ചു നിന്ന അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ അഗ്നികുണ്ഡം തയ്യാറാക്കി. തെറ്റുവിൽ ഉപയോഗിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് എറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. 31. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെ? ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകളും കപ്പലിൽ ഉണ്ടായിരുന്നു. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. സംസം. ഇതിനെക്കുറിച്ച് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കണം. ഇസ്മായിൽ അലൈഹിസ്സലാം മുലക്കുടിക്കുന്ന ശിശുവായിരിക്കെ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ ബീവി റളിയല്ലാഹു അൻഹായെയും മകനെയും മക്കയിൽ കഅബയ്ക്ക് സമീപം കൊണ്ടുചെന്നാക്കി. അന്ന് മക്ക ജനശൂന്യമായിരുന്നു. അല്ലാഹു തആലയുടെ കൽപ്പനയെ അവരെല്ലാം മനസാ സ്വീകരിച്ചു. അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചുപോയി. കുറച്ച് ഈത്തപ്പഴവും ഒരു തുകൽ പാത്രത്തിൽ അല്പം വെള്ളവും മാത്രമേ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം തീർന്നപ്പോൾ അവർ വെള്ളം അന്വേഷിച്ച് സഫ മർവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താഴ്ന്ന സമതലങ്ങളിൽ എത്തുമ്പോൾ കഅബയുടെ അടുത്ത് കിടത്തിയ കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിനാൽ ഉയർന്ന സ്ഥലത്ത് എത്തുന്നതുവരെ ഓടിക്കൊണ്ടിരുന്നു. 7ാം തവണ മറുവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾക്കരികിൽ മലക്ക് കിളയ്ക്കുന്നു. അവിടെ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അത് തടഞ്ഞു നിർത്തി. അതാണ് സംസം. 33. ആദ് ഗോത്രം. ആദ് ഗോത്രത്തിനെ കുറിച്ച് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കണം. അപ്പൊ നോക്കൂ.
നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹൽറമൗത്തിന് വടക്കുള്ള അഹ്കാഫിൽ അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. ആദ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരിൽ നിന്നുള്ള ഹൂദ് അലൈഹിസ്സലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. അദ്ദേഹം കാരുണ്യത്തോടെയും സൗമ്യമായും അവരെ ഉപദേശിച്ചു. അല്ലാഹു തആലയുടെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവർ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങളെക്കാൾ ശക്തർ ആരാണ് എന്ന് ചോദിച്ച് അഹങ്കരിച്ചു. നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവാ, അവർ വെല്ലുവിളിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.